അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹം കഴിക്കാനായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനിരിക്കുന്ന യുവതികളും യുവാക്കളും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം. ഞാനിതാ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ കാണിച്ചു തരാം. ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇവർ ജീവനില്ലാതാവാൻ കാരണം ഇവരെ വിവാഹം കഴിഞ്ഞു എന്നൊരൊറ്റ കുറ്റം മാത്രമാണ് ഇവർ ചെയ്തത്. 1.5 വർഷം മുൻപാണ് ഇവരെ വിവാഹം കഴിഞ്ഞത്. വളരെ സന്തോഷത്തോടെ നന്നായിട്ട് ആലോചിച്ചപ്പോൾ ചെക്കൻ നല്ലൊരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, അവിടുത്തെ മാനേജറാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തോന്നി നല്ലൊരു ബന്ധമാണ്, ഇവൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഇവളുടെ പിതാവ് ഒരു കോഴി ഫാമൊക്കെ നടത്താണ്, അങ്ങനെ ഒരു ബാങ്ക് മാനേജറൊക്കെയാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ചെക്കനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിവരങ്ങളൊക്കെയാണ് ഇവർക്ക് ലഭിച്ചത്. പിന്നെ നല്ലൊരു സെറ്റിലാവുക, ഇവളും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് വിവാഹം ഉറപ്പിക്കാൻ ഒരു 50 പവൻ സ്വർണ്ണാഭരണമാണ് ഇവൾക്ക് കൊടുത്തത്. ആ 50 പവൻ സ്വർണ്ണാഭരണത്തിന് ഇവരുടെ പിതാവ് ഇവരൊരു കോഴി ഫാം നടത്താണ്, ലോണൊക്കെ എടുത്ത് ഒരുപാട് പേരിന്ന് കടം വാങ്ങി വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് 50 പവൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞില്ല ഈ പെണ്ണിൻ്റെ ജീവിതം ദുഷ്കരമായി. കാരണം ഈ പെണ്ണ് അറിയുന്നൊരു കാര്യം, തൻ്റെ ഭർത്താവ് എന്തല്ല ബാങ്കിലെ മാനേജറല്ല, ഒരു സ്വകാര്യ ബാങ്കിലെ മാനേജറല്ല, മറിച്ച് അവിടുത്തെ ക്യാഷ് കളക്ട് ചെയ്യുന്ന ഒരു കളക്ഷൻ ഏജൻറ്റ് മാത്രമാണ്. അങ്ങനെ പല കടകളിലൊക്കെ ഓരോരുത്തർ ബാങ്കിൽ അടക്കാനുള്ള കാശ് ഉണ്ടാവുമല്ലോ, ആ കാശൊക്കെ അവിടെ സ്ഥലങ്ങളിൽ പോയിട്ട് കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ അടവിനടക്കണ ഇതൊക്കെ പോയി കളക്ട് ചെയ്യുന്ന വെറും ഒരു കളക്ഷൻ ഏജൻറ്റ് മാത്രമാണ് ഇയാളെന്നുള്ളത്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാകുമ്പോഴാണ് ഇവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നു. ഇവൻ പറഞ്ഞു 50 പവനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് ഒരു 10 ലക്ഷം രൂപ കാശാക്കി എടുത്തിട്ട് ഇവനൊരു കാറ് വാങ്ങി, പിന്നെ ബാക്കിയുള്ള സ്വർണം വിൽക്കണം, കുറച്ചൊക്കെ ഇവൻ്റെ മാതാവിൻ്റെ പേരിലാക്കി, സഹോദരിയുടെ പേരിലാക്കി, ഇങ്ങനെ ഇവൻ തനി ഭർത്താവായി കളിക്കാൻ തുടങ്ങി. ഈ പെണ്ണ് മുഴുവൻ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി. വെറും 1.5 വർഷമായിട്ടുള്ളൂ. ഇവളുടെ ഏറ്റവും വലിയ സങ്കടം തൻ്റെ സ്വർണം കൊണ്ടതോ, അല്ലെങ്കിൽ തന്നെ മർദ്ദിച്ചിട്ട് ഓരോ ദിവസവും ഇയാൾ മർദ്ദിക്കോ അത്രേ. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വിവാഹിതരാണെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങൾക്കൊരു പാഠമാവണം. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവൻക്ക് നേരത്തെ ഒരു സ്ത്രീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് നല്ലപോലെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയപ്പോൾ ഇവൻ കുറേ ഡിമാൻഡ് വെച്ചു. ഇത്ര സ്വർണം വേണം, ഇത്ര കാശ് വേണം, ഇതൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാർക്ക് അതൊന്നും കൊടുക്കാൻ പാകണ്ടായിരുന്നില്ല. ഒടുവിൽ എന്ത് ചെയ്തു, അവൾ സഹികിട്ടിട്ട് ഒരു ബ്രേക്കപ്പ് ആവേണ്ടി വന്നു. പക്ഷെ ബ്രേക്കപ്പ് ആയപ്പോഴും അവൻ ഉറപ്പ് കൊടുത്തു, ഞാൻ എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോവാ, അങ്ങനെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ അതെല്ലാം അവഗണിച്ചിട്ട് ഈ ഒരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൾ ജീവൻ ഒടുക്കിയെന്നുള്ള വിവരം ഈ ഒരു യുവതി അറിയുന്ന അപ്പോഴാണ്. ആരതി അതുൽ എന്നാണ് ഇവരുടെ പേരിനല്ല പ്രസക്തി. ഇത് നാളെ ഖദീജയോ മജീദോ ആരുമാവാം, ഇവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറം. അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കണേ, ഈ ഒരു പെണ്ണിൻ്റെ വീട് ആലപ്പുഴയിലാണ്, ഈ ചെറുക്കൻ്റെ വീട് കൊല്ലത്താണ്, ഇവർ തിരുവനന്തപുരം ആറ്റുകാലിലാണ് പഠനം, ജോലിയൊക്കെ ആവശ്യാർത്ഥം ഇവരവിടെയാണ് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. ഓരോ ദിവസവും ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവിൽ നിന്നുള്ള പീഡനങ്ങളാണ്. ഇത് ഇന്ന് വിവാഹം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പെണ്ണ്, ഒന്നുകിൽ അമ്മായിമ്മയുടെ വിഷയം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങൾ, ഇത് ഭരിക്കാൻ വരുമോ എന്നുള്ളൊരു ഭയമാണ്. പലർക്കും വിവാഹം കഴിക്കാൻ തന്നെ പേടിയാണ്. ഇത്രയൊക്കെ സ്വർണ്ണാഭരണങ്ങൾ, 50 പവൻ സ്വർണം കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ എത്ര വേണം, അതൊക്കെ കൊടുത്തിട്ട് വരും 1.5 വർഷത്തെ ആയുസേ ഉണ്ടായുള്ളൂ. ഇവള് സഹോദരി മറ്റേ വീട്ടുകാരോട് പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഏത് മാതാപിതാക്കളും പറയുന്നൊരു കാര്യം എന്താ, എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്ക്, ശരിയാവും. അതന്നെ ഇവരെ കാര്യത്തിലും പറഞ്ഞത്. ഒടുവിൽ എന്താ സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം ഇവരുടെ മാതാവിനെ സ്ത്രീ വിളിച്ചപ്പോൾ തന്നെ തലേ ദിവസം മർദ്ദിച്ചതൊന്നും ഇവൾ പറഞ്ഞില്ല. പക്ഷേ തൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ ഫോൺ വിളിയെ ചൊല്ലിയിട്ടും ഭർത്താവിനായിട്ട് വഴക്കായി. ഭർത്താവ് അവിടെ വീട്ടിലുണ്ട്. ഇവള് പറഞ്ഞു, എനിക്കിത് സഹിക്കാൻ പറ്റില്ല, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് പറഞ്ഞ് റൂമിൽ കയറിയപ്പോൾ ഇവൻ കരുതിയത് പതിവുള്ള വെറും ഭീഷണി മാത്രമാണ്. അവളതങ്ങോട്ട് ചെയ്തു നോക്കിയിട്ട് ഇവൻ്റെ സുഹൃത്തിനെയും ഭാര്യയും വിളിച്ചു വരുത്തി വാതിൽ ചവിട്ടി തുറന്നിട്ടാണ് പിന്നെ ഇവിടെ കണ്ടെടുത്തത്. ഈ ഒരു പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല. ആരാണ് ഇവിടുത്തെ കുറ്റക്കാരി? നമ്മുടെ സിസ്റ്റത്തിൻ്റെ എന്താണ്? എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ. ഇപ്പം ഞാനും ഒരു ഭർത്താവാണ്. നമ്മളും നമ്മുടെ ഭാര്യയെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു പെണ്ണിൻ്റെ സ്വർണ്ണാഭരണം ഉപയോഗിക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ മലബാറിലൊക്കെ ആണെങ്കിൽ ഒരു അവകാശം പോലെ എടുക്കുന്നവരാണ് പണ്ടത്തെ ഒരു തലമുറ. ഇപ്പോൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതിനപ്പുറം ഒന്നിവിടെ പറ്റിച്ചു, അത് ബാങ്കിലെ മാനേജറാണെന്ന് പറഞ്ഞിട്ട് അതല്ല. പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നേരെ പറ്റിക്കൽ ഗൾഫിൽ വലിയ ജോലിയാണ് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഗൾഫിൽ അത്ര വലിയ ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ വണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും.
അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയും, പക്ഷേ വലിയ വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അത് ആണായാലും പെണ്ണായാലും പറ്റിക്കും. ചിലപ്പോൾ ഡിഗ്രി തോറ്റ പെൺകുട്ടിയാവും, പക്ഷേ ഡിഗ്രി ജയിച്ചു, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയിട്ടുണ്ട്, ഏതൊക്കെ സെമ്മ് പോയിട്ടുണ്ട്, ഇതൊന്നും പറയാതെ ഇങ്ങനെ വിവാഹത്തിൽ പറ്റിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, സിയ എന്ന പേരുള്ള പൂനെയിലെ ഒരു പെണ്ണ് കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കിയ ഒരു കഥ നമ്മളത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അയാൾക്ക് കഷണ്ടി ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് അത്ര ഇവന് കാമുകൻക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കി. എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ വിവാഹത്തിലുള്ള ഒരു സാധനമാണ് ഈ ചീറ്റിംഗ് എന്നുള്ളത്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരുത്തിനെ കൂടെ കൊണ്ടുപോയില്ല, ഈ പറയുന്നതെല്ലാം ഉണ്ടാവുക. ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഫുൾ മേക്കപ്പിലായിരിക്കും, പിന്നെ ഒരു ഭംഗിയില്ലായിട്ടാണ് വരിക. അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയും, പക്ഷേ പല പേപ്പറുകളും എഴുതി എടുത്തിട്ടുണ്ടാവില്ല. എഞ്ചിനീയറിംഗ് ആണ്, ബിടെക് ആണെന്നൊക്കെ പറഞ്ഞ് ബിടെക്കിൽ കുറേ പേപ്പർ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്. ആണും പെണ്ണും ഈ പറ്റിക്കലുണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്നിപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, ഉള്ളത് അവിടെ അവസാനിപ്പിച്ചിട്ടല്ലേ ലൈഫിലേക്ക് വരേണ്ടത്. ഇവന്റെ കാരണം ഒരു പെൺകുട്ടി ജീവൻ ഒടുക്കാൻ മാത്രമുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ റിലേഷൻഷിപ്പ് അല്ലേ. അങ്ങനെ ഈ പെൺകുട്ടി ഇപ്പോൾ ജീവൻ ഒടുക്കിക്കായി. ഇനിയിപ്പോൾ ഇവൻ അറസ്റ്റിലായി. ഇങ്ങനൊരു ഇവളുടെ മരണത്തിനും പ്രേരണ കുറ്റം ചുമത്തിയിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ളത്. ഇങ്ങനെ അറസ്റ്റിലായതുകൊണ്ട് ആ ജീവൻ തിരിച്ചു വരില്ലല്ലോ. വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് 50, 40, 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരൂലേ. ഈ ലക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. എൻ്റെ മകൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പറയുമ്പോൾ അതുപയോഗിച്ച് അവൾക്ക് നന്നായി പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പലതരത്തിലും നമുക്ക് കാശ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുടെ വേഗം ജോലി കിട്ടാനുള്ള, അങ്ങനെ നിങ്ങൾ ആ പണം കൊണ്ട് അവളെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കാം. വിവാഹത്തിന് വേണ്ടി നിങ്ങൾ വലിയ പണം ചെലവഴിക്കേണ്ട. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഉറപ്പുള്ളൊരു കേസല്ല. ഇവിടെ ആണ് മോശമായത് കൊണ്ടോ പെണ്ണ് മോശമായത് കൊണ്ടൊന്നുമില്ല, നമുക്ക് പരസ്പരം പെരുമാറാൻ അറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുക, നല്ലൊരു ജോലിക്കുള്ള അന്തരീക്ഷം, നല്ലൊരു ജോലിയാക്കി കൊടുത്തിട്ട് അവൾ അതുമായി സന്തോഷിക്കട്ടെ. ഇനി എന്തെങ്കിലും കാരണവശാൽ തന്നെ മറുഭാഗത്തുനിന്ന് ഒരു സന്തോഷം കിട്ടണില്ലെങ്കിൽ, ഈ ജോലിയിൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജോലി ആക്കിയിട്ട് കല്യാണം കഴിപ്പിക്കുമ്പോഴേക്കും ഒരു 10-24 വയസ്സാവും ഈ പെൺകുട്ടിക്ക്, ഓക്കെ അത് മതി. അത്ര ധൃതിയിൽ നിങ്ങൾ 18-ലും 19-ലും എന്തിനാണ് കല്യാണം കഴിപ്പിക്കുന്നത്? ഞാൻ ഈ പറയുന്ന വീഡിയോ ഒരുപക്ഷെ കൂടുതൽ കാണാൻ മുസ്ലിം സഹോദരങ്ങളായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മാട് പറയാ, എനിക്കിപ്പോഴും കല്യാണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ ആലോചിച്ചിട്ട് വരേണ്ട, നിശ്ചയം അതേപോലെ ഉറപ്പിച്ചിടേണ്ട ഒന്നും വേണ്ട. നിങ്ങൾ ആ പണം ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വാങ്ങിച്ച് തരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഒരു ബി.എഡിനൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കാശോട് ഒരു സ്കൂളിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു നോക്ക് നിങ്ങൾ. അതൊക്കെ ഒരു പെർമനൻ്റായ വരുമാനമായിട്ട് മാറില്ലേ. ഇതെന്താന്ന് വെച്ചാൽ വിവാഹമാണ് ലൈഫിലെ വലുത്. എനിക്ക് കിട്ടിയ സ്വർണം എൻ്റെ മാത്രമാണ്, ഭർത്താവിനോടൊരു തരുമ്പ് സ്നേഹമില്ലാതാവുക. ഇത് ആണും പെണ്ണൊക്കെ ഇതിൽ കുറ്റക്കാരാട്ടോ. ഇവിടെ കൃത്യമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ആണുങ്ങളുടെയും മനോഭാവമാണ്. ഒരു തരം മെൽഷോവനിസാണ്. ഞാൻ പറഞ്ഞത് തീരുമാനിക്കൂ. ഇനി ഇങ്ങനെ നിങ്ങളിങ്ങനെ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഇതൊരു 2 ദിവസത്തെ വാർത്ത. ഈ ഒരു പെൺകുട്ടിയും പറഞ്ഞങ്ങനെ, ഞാൻ മരിച്ചിട്ടെങ്കിലും നീ പോലീസിൽ അറസ്റ്റിലാവോടാണ്, ഞാൻ മരിച്ചിട്ടെങ്കിലും. അങ്ങനെ നിങ്ങൾ അറസ്റ്റിലായത് കാണാൻ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, നിങ്ങളത് കാണാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ജീവിക്കാൻ പഠിക്കുക ആദ്യം. ഈ വിലപ്പെട്ട ജീവൻ എന്ത് ചെയ്യരുത്, നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇത് കേട്ടപ്പോൾ സങ്കടം തോന്നി. എൻ്റെ വീട്ടിലോ എൻ്റെ നാട്ടിലോ ഉണ്ടായതുപോലെ ഒരു ഫീലിങ്ങിലാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിപ്പിച്ചയക്കുന്നതിന് മുൻപ് ഒരു ജോലിയാക്കി സ്ഥിരതയാക്കി കല്യാണം കഴിപ്പിച്ചാൽ മതി എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ വിശുദ്ധ കഅബ കഴുകുന്നൊരു ചടങ്ങ്, അങ്ങനെ ഒരു ചടങ്ങുണ്ട്, വിശുദ്ധ കഅബ കഴുകുന്നൊരു ചടങ്ങ്, മഹത്തായ ചടങ്ങ് എന്നാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ മാസമാണ്, മുഹറം മാസമാണ്. ഇനി ഒരു ക്ലൂ പറഞ്ഞുതരാം. മുഹറം 10-നും 20-നും ഇടയിലാണ് ആ ചടങ്ങുള്ളത്. വർഷങ്ങളായിട്ട് ആ ചടങ്ങിൽ തന്നെയാണ് വിശുദ്ധ കഅബ കഴുകുന്നത്. ഇപ്പം നമ്മളതിൻ്റെ കിസ്വയൊക്കെ മാറ്റിയ സംഭവം നമ്മൾ പറഞ്ഞിരുന്നു. ആ കിസ്വ മാറ്റുന്നതിനോടൊപ്പം ഇനി ആ ഇത് കഴുകുന്നൊരു ചടങ്ങുണ്ട്. അന്ന് കഅബൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നല്ല പനിനീരും ഊതും ഇതൊക്കെ അത്തറുകളൊക്കെ തേച്ച് സുന്ദരമായിട്ട് സുഗന്ധം പൂശി കഅബയെ അതിസുന്ദരമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കഅബ കഴുകൽ ചടങ്ങ്. അപ്പോൾ അന്ന് വിശിഷ്ട വ്യക്തികൾക്ക്, VIP-കൾക്ക്, പിന്നെ കഅബ തുറക്കാൻ അനുമതിയുള്ള ആ ബനി ഷൈബ കുടുംബക്കാർക്ക്, ഇവർക്കൊക്കെയാണ് അന്ന് അവിടെ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ആ കഅബ കഴുകുന്ന ചടങ്ങ് എന്നാണെന്നുള്ളതാണ്. മുഹറം 10-നും 20-നും ഇടയിൽ ഒരു ദിവസമാണ്. അത് എന്നാണെന്ന് അറിയുന്ന ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.